ഹലോ അസ്സാം വലൈക്കും. ഒട്ടും തന്നെ എണ്ണമൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി എടുത്താലോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊന്നും മതിയിട്ട് നമ്മൾ വയറ് നല്ല അടിപൊളിയായിട്ട് ഫില്ലാവും കേട്ടോ. എന്നാൽ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ ഇല്ല 1.5 ടീസ്പൂൺ അത്രയും മതിയും. എന്നിട്ടൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് നല്ല പോലെ ചെറുതായിട്ട് കുഞ്ഞായി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു വെള്ള കളറാവില്ലേ അത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ മസാലയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതായി ഞാൻ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ പറയുക, ഈ ഒരു ഫില്ലിങ്ങിനില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക ചിക്കനിലേക്ക് മസാല എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതും നോർമലി നമ്മൾ ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ ഇടുന്നതും രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ച ചുവയൊക്കെ ഒന്ന് മാറിപ്പോട്ടെ. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളി ഇതേപോലെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തില്ലേ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനൊരു മീഡിയം സൈസിലുള്ള ഉള്ളിയായിട്ട് എടുത്തത്. പിന്നെ ഇതാ ഒരു വലിയ ക്യാപ്സിക്കത്തിന് പകുതി ഇതേപോലെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. വലിയ ക്യൂബാക്കണ്ട കേട്ടോ, ചെറുതായിട്ട് മതി. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. ഒരുപാട് വെന്ത് ഉടഞ്ഞ് അങ്ങനെ ആവരുത് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് കടിക്കുന്ന പരുവം അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫില്ലിങ്ങിന് നമുക്ക് വേറെ പല ടൈപ്പ് സ്നാക്സും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഒരു വൈറ്റ് സോസ് ഉണ്ട്, അത് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് മെൽട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം മൈദപ്പൊടിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുണ്ടാവും, ഞാൻ ജസ്റ്റ് പിന്നെ കോമൺ ആയിട്ട് പറഞ്ഞു പോകാണ്. അപ്പോൾ ഇതാ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അതും കൂടി ഇട്ടോട്ട് നല്ലപോലെ മിക്സായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആട്ടത്. ഇതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ ഞാൻ കുറച്ച് എന്താ പറയുക ഒരു ചീസിൻ്റെ സ്ലൈസ് ഇല്ലേ അതിട്ട് കൊടുക്കുന്നത്. ആ ചീസും കൂടി ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ ആട്ടോ ഇത്. എന്നിട്ട് നല്ലപോലെ മിക്സായി കൊടുക്കുക. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചോട്ടെ. അപ്പോഴത്തേക്ക് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് സെറ്റ് ആവുമല്ലോ. ഇനിയിപ്പോൾ ഇത് ആ മിക്സിയുടെ ജാർ ഇട്ടിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പില്ലേ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 കപ്പ് വെള്ളം, നല്ല ലൂസായിട്ടായിരിക്കണം ഈ ബാറ്റർ വേണ്ടത്, ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ 2 കപ്പ് കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തിട്ടും ഞാൻ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി വീണ്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണ് എനിക്ക് സെറ്റായത്. ഫസ്റ്റിലത്തത് കുറച്ച് കട്ടിയായിപ്പോയിക്ക്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ആ ബാറ്ററിലേക്ക് 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചപ്പോൾ നല്ല ലൂസായിട്ട് വേണ്ട നല്ല തിന്നായിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല ലൂസായിട്ടോ വേണ്ടത്. ഇനി ഇതാ പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാനൊന്ന് പെട്ടെന്ന് വിട്ട് വരും. നല്ലോണം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ദോശ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക ഈ സെയിം ഇതേപോലെ ഈ ദോശയില്ലേ എന്താ പറയുക ബോക്സിൻ്റെ ഷേപ്പിൽ മടക്കിയിട്ട് മുട്ടൻ്റെ ഫില്ലിങ് ഇല്ല, മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ പപ്സിൻ്റെ മസാല ആക്കൂലേ അതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് മാറ്റം വരുത്തിയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു സ്നാക്സിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഞാൻ ദോശ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല തിന്നായിട്ടുള്ള ദോശയാണ് ഞാൻ ചുട്ടെടുത്തത്. ഇതുപോലെ നല്ല തിന്നായിട്ടായിരിക്കണം കേട്ടോ. പക്ഷേങ്കിൽ പൊട്ടിപ്പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാനിതാ ഒരു ദോശ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കത്തി വെച്ചൊന്നത് കട്ടാക്കി കൊടുക്കാം. പകുതി വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി, മുഴുവനായിട്ട് കട്ടാക്കരുത്. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച വൈറ്റ് സോസില്ലേ അത് ഇതിലേക്ക് നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. ഇതിലേക്ക് ഈ വൈറ്റ് സോസിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ.
എന്നിട്ട് ഒരു 1.5 ടീസ്പൂണോളം വലിയ സ്പൂണ് മസാല വെച്ച് കൊടുക്കുക. നമ്മൾ എത്രയാണോ വേണ്ട അതിനനുസരിച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ടോട്ടിലയിലൊക്കെ വെച്ചിട്ട് ചെയ്യൂലേ അങ്ങനെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചപ്പാത്തി ഇല്ലേ അത് വെച്ചിട്ട് ചെയ്യുക. ടോട്ടിലാണ് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല മൊഞ്ചനായിട്ട് ഇതേപോലെ പാനിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട്. കണ്ടാൽ പിന്നെ എന്തായാലും കഴിച്ച് പോവുകയും ചെയ്യും കേട്ടോ. അത്രക്കും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ, ഇതിപ്പോൾ ഞാൻ ബട്ടറിലാണ് കേട്ടോ ഒന്ന് കുക്കാക്കി എടുക്കുന്നത്. ഒരുപാട് ബട്ടറിൽ ഒന്നും വേണ്ട, കുറച്ച് ബട്ടർ ഒന്ന് അടിയിൽ പാനിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സെറ്റാക്കി വെച്ച ഓരോ ചിക്കൻ്റെ റാപ്പില്ലേ അത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ബട്ടർ ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി ഇതിലേക്ക് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ മൈദയാണ്, മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട എടുക്കുക. പക്ഷേ ടേസ്റ്റ് ഒന്നും കൂടി മൈദയാണ്. ഹെൽത്തി വേർഷൻ നോക്കുകയാണെങ്കിൽ ആട്ട എടുത്താലും മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം നടുവിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒന്ന് കരിഞ്ഞ് പോവാണ്ട് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ മൊസറല്ല ചീസില്ല അത് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിർത്തിക്കോട്ടോ, നമ്മൾ ഉണ്ടാക്കാനേ നിൽക്കണ്ട. മൊസറല്ല ചീസും കൂടിയും വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഞാൻ മുഴുവനായിട്ട് എൻ്റെ കയ്യിൽ പകുതിയാണ് കേട്ടോ മൊസറല്ല ചീസ് ഉള്ളപ്പോൾ. എനിക്കിപ്പോൾ ഇത് ഏകദേശം ഒരു 15 എണ്ണോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാനിൽ ഞാനിപ്പോൾ 6 എണ്ണം സെറ്റാക്കിയിട്ട് വേറൊരു പാനിൽ ഞാൻ ഒരു 5 എണ്ണം സെറ്റാക്കി. അതിൽ ഞാൻ സ്ലൈസഡ് ചീസായിട്ട് എടുത്തത്. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനിയിപ്പം കുറച്ച് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതൊന്നും ഇട്ട് കൊടുക്കുക. ചീസ് മെൽറ്റായി വരുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാണാൻ നല്ല രസമുണ്ടാവും, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചീസ് നല്ലോണം മെൽറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക്